ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ ഫോട്ടോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചതിന് കോൺഗ്രസ് നേതാവ് സുബ്രഹ്മണ്യനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. വീട്ടിൽ നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് കസ്റ്റഡിയിലെടുത്തത്. കോഴിക്കോട്ടെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒരാളാണ്, മുതിർന്ന നേതാവാണ്. സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഇപ്പോൾ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് കൊണ്ടുപോകുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. അതെ, ഒരു ദിവസം കഴിഞ്ഞല്ലോ, കലാപം നടന്നിട്ടില്ലല്ലോ, ഉണ്ടോ? ഇതൊക്കെ പോലീസ് അതാത് സമയത്തുണ്ടാക്കുന്ന പ്രതിപക്ഷ പ്രവർത്തനത്തെ പ്രതിരോധിപ്പിക്കാനും സർക്കാരിനെതിരായിട്ടുള്ള വികാരം തിരിച്ചുവിടാൻ ഇതുകൊണ്ടൊക്കെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും സർക്കാരിനെതിരായിട്ടുള്ള വികാരമൊന്നും തിരിച്ചുവിടാൻ പോകുന്നില്ല. സർക്കാരിനെതിരായി കൂടുതൽ ആളുകൾ വികാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു അഴിമതി സർക്കാരാണെന്നും ഇത് പുറത്തു പോകേണ്ട സർക്കാരാണെന്നും ജനങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നും ഒരു സംശയമില്ല. എൻ്റെ പേരിലോ അതുപോലെ ആയിരക്കണക്കിന് UDF പ്രവർത്തകരുടെ പേരിലോ കേസൊന്നും എടുത്താൽ പിണറായി വിജയന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ 100% അതുപോലെ ആയിരക്കണക്കിന് ആളുകൾ പോസ്റ്റ് ചെയ്യുന്നില്ലേ? അല്ലല്ലോ, ഫോട്ടോ അല്ലല്ലോ. ഇത് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്ന് ക്യാപ്ചർ ചെയ്താണ്. വേണേ ഞങ്ങൾ കാണിച്ചു തരാം. ആ കാര്യത്തിൽ ഒരു സംശയവും കാര്യത്തിലില്ല. ഫോട്ടോയില് ഞാൻ കാണിച്ചു തരാം. ഇതാണത്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വീഡിയോ ആണത്. ആ വീഡിയോന്ന് ക്യാപ്ചർ ചെയ്ത ഫോട്ടോ അത്. ഇത് ഇത്ര സെക്കൻഡ്, ഒരു 1.28.7 എന്ന് പറയുന്ന ആ പ്രത്യേകമായ ഒരു സമയത്ത് ക്യാപ്ചർ ചെയ്ത് എടുക്കുന്ന ഫോട്ടോ ആണ്. അതേ വീഡിയോ എന്നുള്ളതാണ്. പുറത്തൊന്നും നമ്മൾ എടുത്തിട്ടില്ല. പോലീസിന്റെ ഭാഷയും സർക്കാരിന്റെ ഭാഷയല്ലേ? പലതും ഇങ്ങനെ AI നിർമ്മിതി ആക്കുകയാണല്ലോ. പലതും AI നിർമ്മിതി ആക്കുകയാണ്. ഇതൊന്നും AI നിർമ്മിതിയല്ല. അനീസ് അലി വിശദാംശങ്ങൾ നൽകും. അനീസ്, എന്തായാലും സുബ്രഹ്മണ്യന്റെ വീട്ടിലെത്തി പരിശോധന നടത്തിയതിനു ശേഷം ഇപ്പോൾ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അറസ്റ്റിലേക്ക് പോകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വാദം അത് ഇല്ലാത്ത ഫോട്ടോയല്ല, വീഡിയോയിൽ നിന്ന് ക്യാപ്ചർ ചെയ്ത ഫോട്ടോ ആണ്. മാത്രമല്ല അത് AI നിർമ്മിതവുമല്ല. ഒരുപാട് ആളുകൾ ഷെയർ ചെയ്ത ഒരു ഫോട്ടോ അദ്ദേഹം ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ എങ്ങനെയായിരിക്കും സുബ്രഹ്മണ്യനും പാർട്ടിയും ഇതിനെ നേരിടാൻ പോകുന്നത്? തീർച്ചയായും സൈഫുദ്ദീൻ, ഇപ്പോൾ അല്പസമയം മുമ്പാണ് സുബ്രഹ്മണ്യനെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചെവായൂരിലേക്കാണ്, സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഫോട്ടോ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ തന്നെ പോസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള, വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള, ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഫോട്ടോ ആണ് എന്നതാണ് ഒന്ന് അദ്ദേഹം പറയുന്നത്. ഇത് കലാപഹനത്തിന് കേസെടുക്കുകയാണെങ്കിൽ തനിക്കെതിരെ മാത്രമല്ലല്ലോ, ഈ വീഡിയോ പങ്കുവച്ചതിനും കേസെടുക്കേണ്ടി വരും എന്ന് പറയുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് 1 മാസം മുമ്പ് BJPയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ പങ്കുവച്ച ഫോട്ടോ ആണ്. അദ്ദേഹം അടക്കം ആയിരക്കണക്കിന് പേർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചൊരു ഫോട്ടോ ആണ്. അതിൽ ഒരു കലാപാഹ്വാനത്തിനും കേസെടുത്തിട്ടില്ല, ഒരു കേസും എടുത്തിട്ടില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ച പോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ അത് പങ്കുവച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം പറയുന്ന ഈ കാര്യങ്ങളൊക്കെ പോലീസിനെ ബോധ്യപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് തന്നോട് മൊഴി നൽകാൻ വേണ്ടി ഇവിടെ നിന്ന് ആവശ്യപ്പെട്ട് ഇവിടെ വരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അല്പസമയത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മൊഴി രേഖപ്പെടുത്തുക എന്നാക്കി. പിന്നീട് കസ്റ്റഡിയിലെടുക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് ബെയിലബിൾ ആണെങ്കിൽ അവിടെ നിന്ന് തന്നെ ജാമ്യമെടുത്ത് പോരും. അതല്ലെങ്കിൽ ജയിലാണെങ്കിൽ ജയിലിൽ താൻ ഒരു വലിയ കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോശം കാര്യം ചെയ്തു എന്ന ബോധ്യത്തിലല്ല താൻ പോകുന്നത്. പോലീസ് പിടിയിലായിട്ടുണ്ട്, പക്ഷെ അത് ഒരു മോശം കാര്യത്തിനല്ല. ഇത് പോലീസ് നടപടി എന്തായാലും രാഷ്ട്രീയ പ്രേരിതമാണ്. ഇത് മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി പോറ്റിയുമായി ഒന്നിച്ചു നിൽക്കുന്ന യഥാർത്ഥ ഫോട്ടോകൾ തന്നെ ഉണ്ട്. അത് മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് ഇത് മുഴുവൻ ഫേക്ക് വീഡിയോ ആയിരുന്നു, ഫേക്ക് ഫോട്ടോ ആയിരുന്നു, AI ഫോട്ടോ ആയിരുന്നു എന്ന തരത്തിലുള്ള പ്രചരണത്തിന് ഇത് സഹായിക്കും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അങ്ങനെയില്ല. വരും ദിവസങ്ങളിൽ അദ്ദേഹം പോറ്റിയുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടുതൽ ചിത്രങ്ങളും കൂടുതൽ വിവരങ്ങളും ഒക്കെ പുറത്തു വരും. എന്തായാലും ഇതിൽ നിന്ന് ഒളിച്ചോടാൻ സർക്കാരിനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഒരിക്കലും പിന്നാക്കം പോകില്ല. ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിത നടപടികളാണ്. ഇതൊന്നും ഉപയോഗിച്ചുകൊണ്ട് തന്നെ പിൻവലിപ്പിക്കാൻ തന്നെയോ പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ UDF-നെ ഒന്നും പിന്നോട്ടടിക്കാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം പോലീസ് കസ്റ്റഡിയിലാണ്. പോലീസ് അദ്ദേഹത്തെ ചേവായൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. രാവിലെ 6:30 ഈ വീട്ടിലെത്തിയത്. ആ വീട്ടിലെത്തി അദ്ദേഹം പരിശോധനകളൊക്കെ നടത്തി. അദ്ദേഹം സ്റ്റേഷനിലേക്ക് കൂടെ വരാൻ ആവശ്യപ്പെട്ടപ്പോൾ അല്പം സമയം ആവശ്യപ്പെട്ടു. അദ്ദേഹം ഫ്രഷ് ആയതിനു ശേഷമാണ്, ഡ്രസ്സൊക്കെ മാറിയതിനു ശേഷമാണ് ഇപ്പോൾ തിരിച്ചു വന്നത്. അതിനുശേഷമാണ് നമ്മളോട് സംസാരിച്ചത്. മീഡിയയോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യത്തിലും അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഒരു തെറ്റും താൻ ചെയ്തിട്ടില്ല, ഇത് രാഷ്ട്രീയ പ്രേരിത നടപടിയാണ്, ഇതുകൊണ്ട് പിന്നാക്കം പോകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചേവായൂർ സ്റ്റേഷനിലേക്ക് നീക്കിയിട്ടുണ്ട്.